സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുമ്പോഴും മലബാറിലെ 4 ജില്ലകളിൽ ഡിഎംഒമാരില്ല. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഡിഎംഒ ഇല്ലാത്തത്. അഡീഷണൽ ഡിഎംഒ, ഡെപ്യൂട്ടി ഡിഎംഒ എന്നിവർക്കാണ് പകരം ചുമതല. കോഴിക്കോട് നിപ, ഷിഗല്ല എന്നിവർ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൃത്യമായ ഏകോപനത്തിന് ആളില്ല. ഡിഎംഒമാരുടെ നിയമനം വൈകുന്നതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാദി, ഈ വിഷയം ഇന്ന് സഭയിലേക്ക് വന്നു. മലബാറിലെ 4 ജില്ലകളിലും ഇടുക്കി ഉൾപ്പെടെ 5 ജില്ലകളിലും ഡിഎംഒമാരില്ല. പനിക്കാലമാണ്. ആരോഗ്യവകുപ്പിൽ ഏകോപനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അത് നിയന്ത്രിക്കാനും അതിന് മുൻതൂക്കം നൽകാനും അതിന് നേതൃത്വം നൽകാനും ഉദ്യോഗസ്ഥന്മാരില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷവും സഭയിൽ. സാഹചര്യം എന്താണ് ജില്ലകളിലെ? സാഹചര്യം വളരെ മോശമാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ, മാധു. കാരണം നമുക്കറിയാം, ഈ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിപ്പ, അതുപോലെ തന്നെ ഷിഗല്ല, മറ്റ് പലതരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഡിഎംഒമാരില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം അത് പലതവണ ആരോഗ്യമന്ത്രിക്ക് മുമ്പാകെ ചൂണ്ടിക്കാണിച്ചതാണ് പ്രതിപക്ഷവും ഒപ്പം തന്നെ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷേ എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടിന് പുറമെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും സമാനമായ രീതിയിൽ ഡിഎംഒമാരില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട സാഹചര്യമാണ്. ഈ കാരണത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്, നമുക്കറിയാം മഴക്കാലമാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം, പലതരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കണം, അങ്ങനെ ഒരു ഏകോപനം നടത്തേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ളൊരു ഏകോപനം അത് നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം, കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സമയത്ത് ആരോഗ്യമന്ത്രിക്കും ജില്ലാ കളക്ടറും തമ്മിൽ 2 അഭിപ്രായങ്ങളായിരുന്നു. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഏകോപനം ഇല്ലാത്തത് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെയോ ഈ കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടത് അതാത് ജില്ലകളിലെ ഡിഎംഒമാരാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല, ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിളിച്ചു ചേർക്കേണ്ട യോഗങ്ങൾ അതിന് കൃത്യമായിട്ട് ഏകോപനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും അതിനെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഏതെല്ലാം തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഈ വിഷയത്തിൽ നടത്തണം, ഏതെല്ലാം തരത്തിലുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കണം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ ഡിഎംഒമാരുടെ നിയമനം വൈകാനുള്ള കാരണം അതായത് ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മന്ത്രിക്ക് ഇഷ്ടമുള്ള ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് എന്നുള്ളതാണ്. നിലവിലുള്ള കുറെ അധികം ആളുകൾ റിട്ടയർഡ് ആയിപ്പോയി. അപ്പോൾ പുതിയ ആളുകളെ നിയമിക്കണമെങ്കിൽ അത് ആരോഗ്യമന്ത്രിക്ക് കൂടി ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതിനോടകം തന്നെ പലതരത്തിലുള്ള അപേക്ഷകൾ പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടാകും. അത്തരമുള്ള ആളുകളെ കയറ്റണം അല്ലെങ്കിൽ സ്വന്തക്കാരെ കയറ്റണം. അതുകൊണ്ടുള്ള കാലതാമസമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മെഡിക്കൽ വിഭാഗത്തിലെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലെ വിവിധ ആളുകളുമായി ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതും ഇത് തന്നെയാണ്. കാരണം ഇഷ്ടക്കാരെ, സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള കാലതാമസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എമർജൻസി സാഹചര്യമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ തുടർച്ചയായി 2017 സമാനമായിട്ട് ഇത്തരത്തിൽ ഈ പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ഡിഎംഒമാരുടെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി ഒരു അപ്രോച്ച് അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണ്. മലബാറിലെ 4 ജില്ലകളിലാണ് ഡിഎംഒമാരില്ലാത്തത്. പകർച്ചവ്യാധികളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന നിപ ഭീഷണി ഒഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഷിഗല്ല അടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പകർച്ചപ്പനികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ